ഒരു ചെറിയൊരു ടയർഡ്നെസ് ഉണ്ടാവില്ലേ. അല്ലാണ്ട് ബൈക്ക് കൊണ്ട് നമുക്കൊരു ലോവർ ബാക്ക് പെയിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുള്ള ഒരു പൊസിഷനിലൊരു പെയിനോ അതൊന്നുമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 2018 മോഡൽ BS4 ഹിമാലയൻ ആയിട്ടാണ്. ഞാൻ പൊതുവെ ഒരു ഹിമാലയൻ 411 ഫാനാണ്. പുള്ളി ഒരു ഹിമാലയൻ 411 ഓണറാണ്. പുള്ളിയുടെ പേര് കൃഷ്ണ. എന്ത് ചെയ്യുന്നു? ഞാൻ ആക്ച്വലി ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ് ഇവിടെ ബാംഗ്ലൂർ. ഒരു 7-8 years ആയി. ഇപ്പോൾ ബൈക്കറും ആണ്, ഫിറ്റ്നസ് കോച്ചും ആണ്. ഓക്കെ. ബിബി വണ്ടി എടുത്തിട്ട് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് 2018 ഡിസംബർ. സോ ഓൾമോസ്റ്റ് 5 ഇയേഴ്സിന് മുകളിലായി. എത്ര കിലോമീറ്റർ ബ്ലോക്ക് ചെയ്യുന്നത്? ഇപ്പോൾ 35,000 ഓട്ടം കുറവാണ് ആക്ച്വലി. എടുത്തിട്ട് കുറച്ച് ടൈം നാട്ടിലായിരുന്നു വണ്ടി. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ശരിക്കും ഓടുന്നത്. സിറ്റിക്കകത്ത് മൊത്തം ഇത് തന്നെയാണ്? സിറ്റിക്കകത്ത് വേറെ വണ്ടിയില്ല, ഇത് മാത്രമേ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ഇതിലേക്ക് എത്തിയപ്പോൾ? ഇതിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ലോഞ്ച് ചെയ്യുന്ന 2016 സോ ആ സമയത്ത് എൻ്റെ കയ്യിലൊരു പഴയ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വണ്ടിയായിരുന്നു. അത് ഒരു 2004 ഇലക്ട്ര ഫസ്റ്റ് ഇറങ്ങിയ മറ്റേ സെൽഫ് വരുന്ന മോഡൽ. അതിന് മുന്നേ ഉണ്ടായിരുന്നു ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ 150 ആയിരുന്നു പൾസർ. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ബൈക്ക് നമ്മളെ റോയൽ എൻഫീൽഡ് കൊണ്ടുവരുന്നത്. എനിക്ക് ഇങ്ങനത്തെ വണ്ടികൾ ഇഷ്ടമാണ് ആക്ച്വലി, അഡ്വഞ്ചർ ബൈക്സ് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതിൻ്റെ ആഡ് വന്നപ്പോൾ ആ ആഡ് കണ്ടിട്ടാണ് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നത് ഈ ഒരു വണ്ടി എടുക്കണം എന്നുള്ളത്. കാരണം ഓൾ ടെറൈൻ എവിടെയും കൊണ്ടുപോകാം. സോ അങ്ങനെ ഒരു വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ, കാരണം ഞാൻ റോയൽ എൻഫീൽഡ് ഫാനാണ്, ചെറുപ്പം മുതലേ റോയൽ എൻഫീൽഡ് ബൈക്സ് കണ്ട് ഇതുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ബൈക്ക് അവർ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. സോ അങ്ങനെ 2016 ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് എനിക്ക് വണ്ടിയുടെ അത്ര ഒരു ഫീഡ്ബാക്ക് അത്ര ഒരു ഇഷ്ടമായി വണ്ടി. പക്ഷേ ക്ലച്ചൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു, ഗിയറിംഗ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അത് ഞാൻ കുറച്ച് നേരം ഹോൾഡാക്കി. അത് കഴിഞ്ഞിട്ട് 2016 കഴിഞ്ഞ് ഞാൻ 2000 ഒരു 1 ഇയറോളം വെയിറ്റ് ചെയ്തു. 1 ഇയർ 2 ഇയർ വന്ന് ഇതിൻ്റെ BS4 വേരിയേഷൻ വന്നു. മെയിനായിട്ട് ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ABS വരും എന്നുള്ള എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് BS4 അവർ ABS കൊണ്ടുവരുന്നത്. സോ ആ ABS വന്ന ഫസ്റ്റ് മോഡൽ തന്നെ, ആ ബാച്ച് തന്നെ ഫസ്റ്റ്. അത് ഒരു കണക്കിന് നന്നായി. കാരണം ഇതിന്റെ മോഡൽ ചിലവർക്ക് എൻ്റെ 1-2 ഫ്രണ്ട്സിനൊക്കെ ബാറ്ററി ഇഷ്യൂ ഉണ്ടായിരുന്നു. ബാറ്ററി പോവാ. അതെ, ഫസ്റ്റ് വന്ന വണ്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് റെക്ടിഫൈ ചെയ്താണ് അവന്മാർ പുതിയൊരു, കാരണം ഫസ്റ്റ് വണ്ടി കാർബറേറ്റർ ആണ്, ഇത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് വന്നുകൊണ്ട് ഫ്യൂൽ ഇഞ്ചക്ഷനും ആയി, പിന്നെ ABS വന്നുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും 411 ഫാൻസ് ഉണ്ട്. അപ്പോൾ യൂസ്ഡ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് 8 years ആയില്ലേ, 7 years ആയി, 35,000 കിലോമീറ്റേഴ്സ് കൂടുതലൊരു നോളജ് ഉണ്ടാവും വണ്ടി എടുത്ത് ഇത്രയും എന്തൊക്കെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ യൂസ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 35,000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ 7 വർഷത്തിനുള്ളിൽ മേജറായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ വണ്ടി പണിയായിട്ട്? മേജറായിട്ട് റോയൽ എൻഫീൽഡിന് എനിക്ക് ഒരു ആസ് എ ഓണേഴ്സ് പെർസ്പെക്റ്റീവ്, കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ എനിക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിതിൻ്റെ സൈലൻസറും ഈ ടാങ്കും റീപ്ലേസ്ഡ് ആണ്, വാറണ്ടിയിൽ റീപ്ലേസ്ഡ് ആണ്. കാരണം പെട്ടെന്ന് ഈ സൈലൻസർ ഇതുവരെ ഓക്കെയാണ്, പക്ഷെ ഇത് തുരുമ്പ് വന്നു. ഇതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ്, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് തുരുമ്പ് വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. അതേപോലെ തന്നെ ടാങ്കും ഇതേപോലെ തന്നെ ഉള്ളിൽ തുരുമ്പാണ്. അത് അവര് പറഞ്ഞത് ഉള്ളിൽ വെള്ളം കയറി എന്നാണ്, പക്ഷെ എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. കാരണം ഞാൻ അങ്ങനെ എൻ്റെ വണ്ടി എപ്പോഴും ഷെയ്ഡിലാണ്. പക്ഷെ വണ്ടി എടുത്തിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 1 year ആവുന്നതിന് മുന്നേ തന്നെ ഈ 2 പണിയാണ് എനിക്ക് മെയിനായിട്ട് വന്നത്. ഫസ്റ്റ് പണി, ആ പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ മേജർ എന്ന് പറഞ്ഞാൽ വെയർ ആൻഡ് ടയറുകളാണ് മെയിനായിട്ട്. ഓടിച്ച് നമ്മൾ പോയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം. മേജർലി ഇപ്പോൾ എനിക്ക് ഈ കൊല്ലമാണ്, അതായത് 25,000 to 35,000 ഹിമാലയൻ ശരിക്കും പണിയാണ് തുടങ്ങുന്നത്. മെയിനായിട്ട് വെയർ ആൻഡ് ടയർ സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഓടിക്കുന്നതിനനുസരിച്ച് എൻ്റെ ഇതേപോലെ BS6 എടുത്ത ആൾക്കാർക്ക് 15,000 ഉള്ളിൽ തന്നെ മേജർ വർക്കുകൾ വന്ന ആൾക്കാരുണ്ട്. എനിക്കിതിൽ മെയിനായിട്ട് വെയർ ആൻഡ് ടയർ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു O2 സെൻസർ ഉണ്ട്. ഈ ഒരു O2 സെൻസർ അതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി റീപ്ലേസ്ഡ് ആണ്. അത് മാറിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ടയർ, ഇവർ സ്റ്റോക്ക് കൊടുത്തിരിക്കുന്ന ടയർ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോളാന്ന് തോന്നുന്നു. അത് വളരെ ചെറിയ കിലോമീറ്റർ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്കത് ഫസ്റ്റ് വന്ന ടയർ ഓൾമോസ്റ്റ് 7,000 8,000 കംപ്ലീറ്റ് മൊട്ടയായി ടയർ. അത് കഴിഞ്ഞ് രണ്ടാമതും ആ ടയറിന് എന്തോ പ്രോബ്ലം എന്ന് വെച്ചാൽ രണ്ടാമത് ആ ടയറിന് ഇട്ട് നോക്കി. സ്റ്റോക്ക് ആണല്ലോ, അത് തന്നെ ഇട്ട് നോക്കി. പക്ഷെ അതും എനിക്ക് ഏകദേശം ഒരു 8K, ഒരു 1000 എങ്ങാണ്ട് എക്സ്ട്രാ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മൂന്നാമത് ഞാൻ ഇട്ടിരിക്കുന്നതാണ് നമ്മുടെ റേസിന്റെ ടൂറാർ ആണ്. സോ ടൂറാർ എനിക്ക് കുറച്ചും കൂടിയും റോഡ് ഗ്രിപ്പും ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട്. എസ്പെഷ്യലി
കേവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല, കാരണം ഞാൻ ഫസ്റ്റ് ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ടയർ ഞാൻ പറഞ്ഞില്ല, ആ സെയിം ടയർ ആയിരുന്നു. അതിന്റെ മാറ്റിയിട്ട് ഞാൻ ഇതിന്റെ ഫ്രണ്ടിലും ടൂറാർ തന്നെ ഇട്ടു. അപ്പൊ ഫ്രണ്ട് ഗ്രിപ്പ് അത്യാവശ്യം എനിക്ക് നല്ല ഇത് കിട്ടിയോണ്ട് തന്നെ ബാക്കും ഞാൻ അത് തന്നെ ആക്കി. ബാക്ക് ടയർ മാറ്റിയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നൊരു 6 months മുകളിലായി. എത്ര ഓടിയിട്ടുണ്ടാവും? 10,000 ആയിട്ടുണ്ടാവും. പലർക്കും മിക്സ്ഡ് റിവ്യൂസ് ആണ്. മിക്സ്ഡ് റിവ്യൂസ് ആണ്. അത് 10,000 is not bad at all. യെസ്, കണ്ടിട്ടും നല്ലപോലെ ടയർ ബാക്കിയുണ്ട്. ബാക്കിയുണ്ട്. എക്സാക്ട്ലി. സോ ടയർ മാറിയതിന്റെ ശേഷം എന്തായാലും ഞാൻ 2 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സാക്ട്ലി 10,000 ആയി. 10,000 കിട്ടി ഇപ്പൊ ഇതുവരെ. സ്റ്റിൽ ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല, O2 സെൻസർ മാറി. ഇതാണ് ഞാൻ മേജറായിട്ട് ഇതിന്റെ മുകളിൽ ഒരു ക്വാളിറ്റി ഇഷ്യൂസ് വന്നിട്ട് എനിക്ക് പോയത്. കാരണം O2 സെൻസർ ഒന്നും അങ്ങനെ അത്രയും ഇത്ര ടൈം കൊണ്ട് പോകുന്നുള്ളത് എനിക്ക് വലിയൊരു പിടുത്തമില്ല. O2 സെൻസർ ഈ അടുത്താണോ മാറിയത്? O2 സെൻസർ മാറിയിട്ട് ഇപ്പോൾ ഒരു 3 months. റേറ്റ് അതിന് ഓൾമോസ്റ്റ് 4,000 സംതിങ്, 4,500 അടുത്ത് വന്നു. പിന്നെ എനിക്ക് മെയിനായിട്ട് വന്നത്, ഞാൻ അത്യാവശ്യം ട്രയൽസ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ട്രയൽസ് ചില സമയത്ത് ചെയ്യാറുണ്ട്. ചില സമയത്ത് നമുക്കൊരു ഇത് തോന്നുന്ന സമയത്ത്. അതെ, മെയിൻ ഹിമാലയന്റെ യൂസ് തന്നെ അതാണ്. അപ്പൊ ഇടയ്ക്ക് പൊളിക്കുക എന്നുള്ള, റിപ്പ് ഓഫ് ചെയ്യുക എന്നുള്ള. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം നല്ലൊരു ഡിപ്പ് വന്ന സമയത്ത് ഇതിന്റെ സസ്പെൻഷന്റെ അടിയിൽ ഒരു ലിങ്ക് റോഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, 2 സ്റ്റെം പോലെ. ഇതിന്റെ സസ്പെൻഷൻ ലിങ്ക് റോഡ് സസ്പെൻഷൻ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ എവിടെയോ ഒരു കല്ലിന്റെ മുകളിൽ എങ്ങനെ അടിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു ചെറിയൊരു പണി കിട്ടി. അപ്പൊ അത് ഞാൻ മാറ്റി. പിന്നെ ഇപ്പൊ ലാസ്റ്റ് സർവീസ് ആണ് എനിക്ക് ഏറ്റവും കോസ്റ്റ് വന്നത്. ഏറ്റവും ഹയസ്റ്റ് കോസ്റ്റ് സർവീസ് ഇപ്പൊ ഹിമാലയൻ എനിക്ക് ഇതിന് വന്നത് 23,000 ബില്ലായി. അല്ല, ഞാൻ പുറത്തുനിന്ന് ചെയ്ത്. ഞാൻ നമ്മുടെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾസ് അവിടെ നിന്നാണ് ചെയ്തത്. പക്ഷെ ഈ ഞാൻ പറഞ്ഞില്ല, വേറെ ടയർ വന്ന സംഭവങ്ങൾ മൊത്തം ഞാൻ മാറ്റി. അപ്പൊ അതിലാകെ ഒരു മിസ് ഔട്ട് ഉള്ളത് ഇനിയിപ്പോ ക്ലച്ച് അസംബ്ലി ഞാൻ ഓൾമോസ്റ്റ് ഗൂഗിൾ ചെയ്ത സമയത്ത് ഒരുപാട് റൈഡേഴ്സ് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇതിന്റെ മെയിൻ ക്ലച്ചിന്റെ അസംബ്ലി നല്ലൊരു പ്രോപ്പർ മെയിൻറ്റൈൻഡ് ബൈക്ക് ആണെങ്കിൽ 25 to ഓൾമോസ്റ്റ് 40,000 ഉള്ളിൽ ക്ലച്ച് പ്ലേറ്റ് എന്തായാലും മാറണം. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഓൾമോസ്റ്റ് 35,000 അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ക്ലച്ച് ഭയങ്കര ടൈറ്റാ. അതുകൊണ്ട് തന്നെ എനിക്ക് പെർഫോമൻസിൽ കുറച്ചൊരു ഡ്രോപ്പ് വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഒരു കൊടൈക്കനാൽ റൈഡ് പോയി. അപ്പൊ ആ സമയത്ത് ഫുൾ സ്ട്രെച്ചിൽ എനിക്ക് ഓൾമോസ്റ്റ് ഇത് 140 ക്ലോക്ക് ചെയ്യുന്നതാണ്. ഈസിലി 140 ഒന്ന് കൊടുത്തു പിടിച്ചു കഴിഞ്ഞാൽ 140 ഇങ്ങനെ പോവാം. പക്ഷെ ഇതിപ്പോ മാക്സിമം 130 എത്തുന്നുള്ളൂ. 130 തന്നെ എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ മേ ബി പെർഫോമൻസ് ക്ലച്ചിന്റെ അസംബ്ലിയുടെ പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും കൂടി ഒന്ന് റോയൽ എൻഫീൽഡിലോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മെക്കാനിക്കിനെ എടുത്ത് കൊണ്ടുപോയി ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നൊരു ഒരുപാട് തവണ മാറിയിട്ടുണ്ട്. ക്ലച്ച് ഒരു പ്രാവശ്യം പൊട്ടിപ്പോയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഓരോ സർവീസിൽ അവർ പറയും, നമ്മളെ വിളിച്ച് പറയും ക്ലച്ച് പോയിട്ടുണ്ട്, അപ്പൊ ആ സമയത്ത് മാറ്റാൻ പറയും. എനിക്ക് എക്സാക്ട്ലി കൗണ്ട്സ് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നൊരു 5 തവണയുടെ മുകളിൽ മാറ്റിയിട്ടുണ്ടാവണം. 7 വർഷത്തിൽ 5 തവണ മാറിയിട്ടുണ്ട് തോന്നുന്നു. 5 ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഒരു സ്പെയർ കയറുന്നത് ബുദ്ധിയായിരിക്കും. റണ്ണിങ് കണ്ടീഷൻ ഇത് പൊട്ടിപ്പോയത് ഒരു തവണയാണ്. സിറ്റി ലിമിറ്റ്സിലായിരുന്നു. അയ്യോ പണി കിട്ടി. സിറ്റി ലിമിറ്റ്സിൽ പൊട്ടി. ഒന്നാമത് ഭയങ്കര വെയിറ്റ് അല്ലേ ഈ സാധനം. വണ്ടി വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഉന്തി തള്ളി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ഞാൻ 1-2 എന്റെ ഫ്രണ്ട്സിന്റെ വണ്ടിയിൽ കണ്ടത്. അവർ ഓൾറെഡി ഒരു എക്സ്ട്രാ കേബിൾ ഫുള്ള് റൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അവിടെയും മാറ്റി. റോയൽ എൻഫീൽഡോ എനിക്കിങ്ങനെ ഓടിക്കുമ്പോ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് പഞ്ചർ. അത് റോയൽ ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞ അഡ്വഞ്ചർ ബൈക്കായിട്ട് ആ ഒരു ട്യൂബ്ലെസ് ആ ഒരു ടൈമിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുന്നത്. ഈവൻ ഇപ്പൊ 450 ഇല്ല. അതെ, ഇപ്പൊ വീണ്ടും 12,000 എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അത് ചെയ്യണം. ശരിക്കും ഇങ്ങനത്തെ ബൈക്സിന് അവർ ശരിക്കും പറഞ്ഞാൽ ട്യൂബ്ലെസ് ടയേഴ്സ് വേണമെന്നുള്ള. കാരണം പഞ്ചറായിട്ട് എനിക്ക് അത് ഒരുപാട് തവണ പഞ്ചർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് മാറിയിട്ടുണ്ട് ഇപ്പൊ റീസെന്റ്. നമ്മുടെ ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടർ മൊത്തം മാറി. അത് ഫസ്റ്റ് ടൈമാണ് മാറുന്നത്. വണ്ടി വാങ്ങിയത് ഇപ്പൊ 7 years ആയി. ഇപ്പോഴാണ് മാറുന്നത്. ചെയിൻ സ്പ്രോക്കറ്റ് ലൈഫ് ആണെങ്കിലോ? ചെയിൻ സ്പ്രോക്കറ്റ് അതും ഡിപ്പെൻസ് ഓൺ ദ റൈഡർ ആണ്. ഈ സെയിം ബൈക്ക് തന്നെ 15,000 ഉള്ളിൽ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയവരുണ്ട്. മേ ബി അവരുടെ ഷിഫ്റ്റിങ്ങോ എന്തെങ്കിലും. എനിക്ക് ആക്ച്വലി ഇത് 21,000 ചെയിൻ സ്പ്രോക്കറ്റ് ഞാൻ എനിക്ക് കറക്റ്റ് കിട്ടി. കാരണം ഞാൻ എല്ലാ 500 kilometers ഐ ഡു ദ ക്ലീനിങ് ആൻഡ് ലൂബിങ്. പിന്നെ സ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അതുകൊണ്ട് ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്കിത് 21,000 കിട്ടി. ഇപ്പൊ ഇട്ടിരിക്കുന്നത് റോളോന്റെ ബ്രാസ് ചെയിനാണ്. അപ്പോ അതെനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി റോളോന്റെ ആയതുകൊണ്ട് തന്നെ. അധികം ചളി അതിന്റെ മുകളിൽ വെലിങ്ങനെ പിടിക്കുന്നില്ല. മറ്റേതാവുന്ന സമയത്ത് 500 ആകുമ്പോഴേക്കും ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മറ്റേ കട്ടയ്ക്ക് ചളിയായിരിക്കും. ഇല്ല ഒന്നുമില്ല. ലൂബ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ സൗണ്ട് ഒന്നുമില്ല. നമ്മൾ ലൂബിങ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും ആ ഒരു സൗണ്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങും. അതെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. 500 ലൂബ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഇത്രയായി. റോയൽ എൻഫീൽഡിൽ സർവീസ് എങ്ങനെയുണ്ട്?
കൊടുക്കാറുണ്ടോ അവിടെ സർവീസിന്? ഞാൻ എൻ്റെ എടുത്തതിൻ്റെ ശേഷം ലാസ്റ്റ് സർവീസ്, അതായത് 35,000 ഞാൻ 30,000 സർവീസാണ് പുറത്ത് കൊടുത്തത്. അതുവരെയുള്ള സർവീസസ് കംപ്ലീറ്റ് റോയൽ എൻഫീൽഡാണ്. അത് ശരി. സ്വിച്ച് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ബാംഗ്ലൂർ ആണ്, എനിക്ക് നാട്ടിൽ ബെറ്റർ സർവീസ് എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിൽ. മേ ബി എനിക്കറിയില്ല, KL വണ്ടി ആയതുകൊണ്ട് അവന്മാർ ഇനി ആ ആറ്റിറ്റ്യൂഡാണെന്ന് അറിയില്ല. പക്ഷേ നാട്ടിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ സർവീസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബാംഗ്ലൂർ സർവീസ് പോരാ. അതായത് അവർ മേജർലി നമ്മളെ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി എന്തൊക്കെയാണ് വേറെ എന്തെങ്കിലും അഡീഷണൽ ചെയ്യാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളെന്താണോ പറയുന്നത് അത് അതേപോലെ തന്നെ ചെയ്യുക. വേറെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സജഷൻ അല്ലെങ്കിൽ ഇന്നത് പോയിട്ടുണ്ട്, ഇത് നിങ്ങൾ മാറ്റണം, അതൊന്നും എനിക്കങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് വന്നൊരു പണിയിൽ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ്റെയും ടെൻഷനറിൻ്റെയും സൗണ്ട്, അതായത് വണ്ടി ടെക് 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 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5th നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് പിന്നെ വിടുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിരുന്നു. ഇത് ഞാൻ 2 പ്രാവശ്യം അവന്മാരോട് പറഞ്ഞു ഈ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്, ഇത് എന്താ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഞാൻ കൊടുത്തത് 25,000 സർവീസിൽ ഈ സംഭവം പറഞ്ഞു, 30,000 സർവീസിൽ ഇത് പറഞ്ഞു. 25,000 പറഞ്ഞപ്പോൾ അവന്മാർ പറഞ്ഞു അത് റോയൽ ഹിമാലയൻ ഉള്ളതാണ്, അത് ആ സൗണ്ട് മാറില്ല. ഞാൻ ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ, ഈ സൗണ്ട് എനിക്ക് ഇത് ഇപ്പോൾ വന്നതല്ല, ഈ 25,000 മുന്നേ ഈ വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നെങ്കിൽ അത് മാറാനായിട്ടുണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യൂ. ഇല്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് സൗണ്ട് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞത് കംപ്ലീറ്റ്ലി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞത് ഇതിൻ്റെ എന്തോ ഉള്ളത്തെ ഈ ടൈമിംഗ് ചെയിൻ്റെ എന്തോ ഒരു സംഭവം തേഞ്ഞു പോയിട്ടുണ്ട്. എക്സാക്ട്ലി എനിക്ക് മനസ്സിലായില്ല. അത് നമ്മൾ ലെയ്ത്ത് കൊടുത്ത് വെൽഡ് ചെയ്തിട്ട് വരണം, അതിനൊരു 5,000 rupees ആവും. അപ്പോൾ എനിക്ക് തോന്നി അതും ബാംഗ്ലൂർ തന്നെയാണ്, അതും ചാമ്പലാണെന്ന് എനിക്ക് തോന്നി. കാരണം KL വണ്ടിയാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ വണ്ടീനെ കുറിച്ച് അത്യാവശ്യം നോളജും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ അവിടെയും കൊടുത്തില്ല. പിന്നെയും ഞാൻ നെക്സ്റ്റ് സർവീസ് ആയപ്പോൾ വീണ്ടും റോയൽ എൻഫീൽഡ് കൊടുത്തു. ഞാൻ സർവീസ് സെൻറ്റർ മാറ്റി. ആ സർവീസ് സെൻറ്ററിൽ പോയപ്പോഴും ഇവർ ഇത് തന്നെ, അത് ഈ സൗണ്ട് വലിയ സൗണ്ട് ഇല്ല, അത് ഇതിനുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഇവർക്ക് ഇത് വണ്ടി കുറച്ചും കൂടി ഒരു 1 hour ഒക്കെ ഓടിച്ചു കഴിഞ്ഞാലാണ് ഈ സൗണ്ട്, ഹീറ്റ് കൂടുന്ന സമയത്താണ് ഈ സൗണ്ട് ഭയങ്കരമായിട്ട് വരുന്നത്. മേ ബി അത് ഞാൻ സർവീസിന് കൊടുക്കുന്ന സമയത്ത് ഒരു കോൾഡ് ഇതിലല്ല, കണ്ടീഷനിലല്ല, അപ്പോൾ അധികം സൗണ്ട് ഇല്ല, മേ ബി അതായിരിക്കാം. ബട്ട് സ്റ്റിൽ ഒരു കസ്റ്റമർ 2 പ്രാവശ്യം വന്ന് പറയുന്ന സമയത്ത് അവർ മാറ്റി തരണ്ടേ, അവരത് മാറ്റിയില്ല. അതോടുകൂടി ഞാൻ ഈ 30,000 സർവീസ് ഞാൻ അവിടെ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. കാരണം അവർക്ക് 2 പ്രാവശ്യം പറഞ്ഞിട്ട് അവർക്ക് സംഭവം മനസ്സിലാവുന്നില്ല, അതെന്താണെന്ന് ചെക്ക് ചെയ്യുന്നത്. കസ്റ്റമർ 2 പ്രാവശ്യം പറയുമ്പോൾ ഇവർ നമ്മളെ സർവീസ് കോളിന് വിളിക്കും, സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞത് വീണ്ടും കൊണ്ടുപോകാം. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ വീണ്ടും ഇത് വീക്ക് ഡേയിൽ പിന്നെയും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് നടക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ വേറെ പുറത്ത് സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നത്. അപ്പോൾ പുറത്തുനിന്നാണ് ഇപ്പോൾ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞത്. റോയൽ എൻഫീൽഡിൽ നിന്ന് പിന്നെ ചെയ്യിച്ചിട്ടില്ല. എനിക്ക് റോയൽ എൻഫീൽഡിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ഒരു ആൾക്കാർ ഇപ്പോൾ ഇല്ല. മുന്നേ ഞാൻ എടുത്ത സമയത്തിൽ എൻ്റെ നാട്ടിലൊക്കെ അത്യാവശ്യം ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ വണ്ടി ശരിക്കും നോക്കി നമ്മൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഫീൽ എനിക്ക് റീസെൻ്റ്ലി ഇപ്പോൾ കിട്ടിയത് ഞാൻ പുറത്ത് കൊടുത്ത് സർവീസ് ചെയ്തപ്പോഴാണ് വണ്ടി സർവീസ് കഴിഞ്ഞ് ഇറങ്ങി എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടിയത്. മറ്റേത് റോയൽ എൻഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി ഒന്ന് കഴുകി, അല്ലാതെ എനിക്കൊരു വണ്ടിയുടെ പെർഫോമൻസിലോ അതിലൊന്നും, കാരണം അവർ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം ചെയ്യുന്നില്ല. അതെനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം രാവിലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഇവർ വിളിച്ചു പറയും വണ്ടി റെഡി ആയും. ശരിക്കും നമ്മൾ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഓഡിയോ അല്ലെങ്കിൽ ശരിക്കും അവർ ഒരു ടൈം എടുത്താലും കുഴപ്പമില്ല, നമുക്ക് വണ്ടി നീറ്റായി കിട്ടണം. അതെനിക്ക് റോയൽ എൻഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. സോ റോയൽ എൻഫീൽഡ് സർവീസ് ഡിപ്പെൻഡ്സ് ഓൺ ലൊക്കേഷൻ എന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് നാട്ടിലാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. പിന്നെ ഏത് സമയം നാട്ടിൽ പോയിട്ട് ഇത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ തന്നെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിനാണ് ചെയ്തത്. സോ എൻ്റെ ഫീഡ്ബാക്ക് വാസ് റിയലി ഗുഡ്. നല്ല എല്ലാ വണ്ടി എനിക്ക് കുറേ കാലത്തിന് ശേഷമാണ് വണ്ടി ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ അവർ, കാരണം ഈച്ച് ആൻഡ് എവറി പാർട്സ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ത്രോട്ടിൽ ബോഡി കിറ്റ് അതൊക്കെ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് വണ്ടിയുടെ പെർഫോമൻസ് തന്നെ മാറി. കോൺസെപ്റ്റിന്റെ ഇഷ്യൂ ആണ് എനിക്ക് മേജർ വന്നത്. കോൺസെപ്റ്റ് ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 പ്രാവശ്യം കോൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് തന്നെ 2 പ്രാവശ്യം മാറിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു നെക്സ്റ്റ് ഒരു 10,000 ആവുന്നു. വീണ്ടും ഇതേപോലെ നമ്മൾ നല്ലൊരു പോക്ക് പോയി പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ കിടക്ക ആ ഒരു സംഭവം അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് വീണ്ടും പോയി കിടക്കുക. അപ്പോൾ അതും ഈ വണ്ടിക്ക് ഒരു പ്രശ്നമാണ്, കോൺസെപ്റ്റിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ മാറ്റിയിട്ട് ഒരു കസ്റ്റം കോൺസെപ്റ്റ് ചെയ്താലോ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അവരുടെ വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് ഈ ഷാസി ബ്രേക്ക് ചെയ്യണതൊക്കെ, ഇവിടെ നിന്ന് നടു ഒടിഞ്ഞു പോലെ. അത് മെയിനായിട്ട് അത് ഞാൻ അധികം കണ്ടിരിക്കുന്ന ഈ ലഡാക്ക് ഓടിക്കുന്ന വണ്ടികളാണ്. അതൊരു ഓണർ വണ്ടിയാണോ എന്നുള്ളത് അറിയില്ല. മേ ബി അത് റെന്റഡ് വണ്ടികളായിരിക്കും. കാരണം റെന്റഡ് വണ്ടികൾ അഫ്കോഴ്സ് നമുക്കൊരു എന്തൊക്കെ പറഞ്ഞാലും റെന്റ് എടുത്ത വണ്ടിയല്ലേ, പൊളിക്കുക എന്നുള്ളത് മാത്രം. കാരണം ഡെയിലി ഇത് അങ്ങനത്തെ ടെറൈൻസിൽ ഓടുന്നത്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ല, കാരണം ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അങ്ങനത്തെ ടെറൈനിൽ ഓടിക്കാനാണ്. ചാസി ബ്രേക്ക് ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട്
ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ബട്ട് സ്റ്റിൽ 450 കൂടെ ഒന്ന് രണ്ട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അത് പിന്നെ ഞാൻ കേട്ടത് അത് എക്സ്റ്റേണൽ പുറത്തു നിന്നുള്ള ക്രാഷ് ഗാർഡ് വെച്ചതുകൊണ്ട് അതിന്റെ പ്രശ്നമാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഹിമാലയന്റെ എന്റെ ഈ വേർഷനിൽ എനിക്ക് ചാസിന്റെ ഭാഗത്തുനിന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈവൻ ദോ അത്യാവശ്യം നല്ല ലോങ് ഓടുന്നതാണ്, പിന്നെ ഓഫ് റോഡ്സ് ടെറൈൻസ് ചെയ്യുന്നതാണ്. ഇതുവരെ എനിക്ക് ചാസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. അത് ഡിപ്പെൻസ് ആട്ടോ. ഇപ്പൊ എന്റെ റീസെന്റ് എന്റെ ഒരു ഫ്രണ്ട് 535 GT യൂസ് ചെയ്യുന്നുണ്ട്. 535 GT അവന്റെ ചാസി പൊട്ടി. ചാസി പൊട്ടിയിട്ട് അവൻ ഇപ്പോൾ റോയൽ എൻഫീൽഡിൽ നിന്ന് അവൻ ഏകദേശം 3-4 മാസം കണ്ട് വെയിറ്റ് ചെയ്ത് പുതിയ ചാസി ഓർഡർ ചെയ്ത് വന്ന്. എനിക്ക് തോന്നുന്നത് അത് നമ്മളെ ഭാഗ്യം പോലെയാണെന്ന് പറയുന്നത്. 100 വണ്ടി ഉണ്ടെങ്കിൽ അതിൽ ഒരു വണ്ടിയോ 2 വണ്ടിയോ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമുക്ക് മൊത്തം ഹിമാലയനെ അത് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അത് ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഭാഗ്യം പോലെ. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അപ്പോൾ ചിലപ്പോൾ പിന്നെ അറിയാനുള്ളതാണ് ഈ വൈബ്രേഷൻ കാരണം നട്ടും ബോൾട്ടൊക്കെ ഊരിപ്പോയിട്ടുണ്ട്. അതെ, ഓൾറെഡി ഇവിടെ ഒരു നെറ്റ് ഉണ്ട്, ഇവിടെ ഒരു നെറ്റ് ഉണ്ട്. അത് ഓൾറെഡി വൈബ്രേഷൻ ലാസ്റ്റ് കൊടൈ റൈഡിൽ നല്ല ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് അഫ്കോഴ്സ് വൈബ്രേഷൻ കൂടും. അതുകൊണ്ട് അത് താനെ ഊരിപ്പോയതാ. അതിനിപ്പോ നെക്സ്റ്റ് സർവീസിൽ എനിക്ക് ആ ഇതൊന്ന് ഇടാനുണ്ട്. വേറെ വൈബ്രേഷൻ ഉണ്ട്, വണ്ടി വൈബ്രേഷൻ ആണ്. അത് നമ്മൾ സർവീസിന് കൊടുക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീണ്ടും ഒന്ന് എല്ലാം ഒന്ന് മുറുക്കി തരും. ഇപ്പൊ നല്ല വൈബ്രേഷൻ പിന്നെ റോയൽ എൻഫീൽഡിന്റെ ജീൻസിലുള്ളതാണല്ലോ. അതുകൊണ്ട് പക്ഷെ കമ്പാരിറ്റീവ്ലി റിഫൈൻഡ് ആയി വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് റോയൽ എൻഫീൽഡ് ഇപ്പൊ ഞാൻ ഇത് എടുക്കുന്നതിന്റെ മുന്നേ ആകെ ഉണ്ടായിരുന്നത് നമ്മുടെ ക്ലാസിക് 350 7 years ബാക്ക്. ക്ലാസിക് 350 സീരീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഇപ്പൊ റീസെന്റ് അല്ലേ 2019 ഈ 650 അവർ ലോഞ്ച് ചെയ്യുന്നത്. 19 650 ലൈനപ്പ് വരുന്നത്. അപ്പൊ അതിന് മുന്നേ വരെ റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര റിഫൈൻഡ് ആയിരുന്നു എനിക്ക് അന്ന് തോന്നിയിരുന്നത് ഫസ്റ്റ് ഇത് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്ത്. കാരണം വൈബ്രേഷൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈബ്രേഷൻസ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ റോയൽ എൻഫീൽഡ് ബെറ്റർ ആയി വരുന്നു, എന്നാലും മാനേജബിൾ ആണ്. നമ്മളൊരു ഹിമാലയൻ ഓണർ എന്ന രീതിയിൽ നമുക്കൊരു എത്ര കിലോമീറ്റർ കൂടുമ്പോൾ എല്ലാ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യുന്നത് എല്ലാ 5000 5000 കിലോമീറ്റേഴ്സ് കൂടുമ്പോൾ എന്തായാലും നമ്മളൊന്ന് ഒരു ഹിമാലയൻ 411 ഒക്കെ യൂസ് എടുക്കാൻ താല്പര്യമുള്ളവർ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ 5000 കിലോമീറ്റേഴ്സിൽ നട്ടും ബോൾട്ടും ഒന്ന് ടൈറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ ഞാൻ ഒരിക്കലും റോയൽ എൻഫീൽഡ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അതെ, റോയൽ എൻഫീൽഡിനേക്കാൾ ബെറ്റർ എനിക്ക് സ്മൂത്ത്നെസ് തോന്നുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് മോട്യൂളിന്റെ ഓയിലാണ്. മോട്യൂളിന്റെ 300V അതിന്റെ തന്നെ 10W50. അതിന് ഒരു ബോട്ടിലിന് 1600 ആണ് വരുന്നത്. നമുക്ക് 2 എണ്ണം വേണം. സോ അത് ആണ് എനിക്ക് ബെസ്റ്റ് തോന്നിയിട്ടുള്ളത്. എൻ്റെ റൈഡർ എക്സ്പീരിയൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓയിലാണ്. കൂടുതൽ ഡിസ്റ്റൻസ് ഓടുമ്പോൾ ഓയിൽ കൂടുതൽ ഹീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആവുന്നുണ്ട് വണ്ടി. അത് എനിക്ക് വേറെ എഞ്ചിൻ ഭാഗത്തുനിന്ന് ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സോ ആ ഒരു ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്. ഹിമാലയൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുവരെ അത് റോയൽ എൻഫീൽഡിന്റെ ഓയിൽ മാത്രം യൂസ് ചെയ്ത് പോകുന്നവർക്ക് ഇതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ അവർക്ക് നല്ല എഞ്ചിൻ നോയ്സ് ഉണ്ടാവില്ല, സ്മൂത്ത്നെസ് കുറച്ചും കൂടി ഫീൽ ആവും. മൈലേജ് അത്യാവശ്യം എനിക്ക് മൈലേജ് പിന്നെ 25 അതാണ്. ഇത്രയും കാലമായിട്ട് എനിക്ക് 25 കോൺസ്റ്റന്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ലോങ് പോകുന്ന, ഞാൻ പറയുന്നത് ബാംഗ്ലൂർ സിറ്റി യൂസിലാണ്. നല്ല ലോങ് പോകുന്ന സമയത്ത് 30-31 നമ്മളൊരു ആവറേജ് 80 to 100 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 110 പൊളിക്കാതെ ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു 31 വരെ മാക്സിമം കിട്ടും. എൻ്റെ വണ്ടിക്ക് കിട്ടുന്നുണ്ട്, പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ചിലവർക്ക് ഇത് കോൺട്രവേഴ്സി ആയിരിക്കും 31 കിലോമീറ്റർ മൈലേജ്. എനിക്ക് നമ്മൾ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ 31 എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അധികം മൈലേജ് നോക്കാതെ അടുപ്പ് ഓടിക്കുന്നത്. സോ 25ന്റെ താഴെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായി. ഈ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അപ്ഗ്രേഡ്സ് ചെയ്തിട്ടുണ്ടോ? പെർഫോമൻസ് അപ്ഗ്രേഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ചെയ്യണമെന്നുണ്ട്. പെർഫോമൻസ് അപ്ഗ്രേഡ്, ഫിൽറ്റർ മാറ്റണം, പ്ലഗ്സ് മാറ്റണം എന്നുണ്ട്. ഈ 2 കാര്യങ്ങളും ചെയ്യാൻ എല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. ഇതിൽ വേറെ ഞാൻ പുറത്തുള്ള എക്സ്റ്റേണൽ കുറച്ച് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ, അതായത് ഹാൻഡിൽ ബാർസ് ഒന്ന് റേസ് ചെയ്തു. കാരണം എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ, കയ്യിന് നീളമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി അപ്രൈറ്റ് പൊസിഷൻ വേണം. കുറച്ച് എൻ്റെ ഭാഗത്തോട്ട് വരണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ളൊരു ഇതാണ് കൊടുത്തത്. അതെ, റേസേഴ്സ് കൊടുത്തു. പിന്നെ ഓഫ്കോഴ്സ് ഫോഗ് ലാംപ്സ് ഞാൻ മറ്റേ HJGയുടെ യെല്ലോ പ്ലസ് ഫ്ലിക്കർ അതും കൂടി വരുന്ന ടൈപ്പുള്ളൊരു ഫോഗ് ലാംപ്സ്, പിന്നെ സ്റ്റോക്ക് ബൾബ് മാറ്റിയിട്ട് ഞാൻ അത് അതും HJGയുടെ തന്നെ LED ആക്കി. സ്റ്റോക്ക് LED ആക്കിയപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം സ്റ്റോക്കിൽ നമുക്ക് ഒന്നും കാണില്ല. അപ്പോൾ ഇത് മാറ്റിയപ്പോൾ തന്നെ ഹെഡ്ലൈറ്റ് എനിക്ക് കുറച്ചും കൂടി നല്ല ത്രോ ഉണ്ട്. സോ അതാണ് ഞാൻ ഭാരി പെർഫോമൻസ് ബേസ് ഞാനൊന്നും ചെയ്തിട്ടില്ല. മനസ്സിലായി. സീറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ അല്ലേ? സീറ്റ് അതൊരു എക്സ്റ്റേണൽ ഇതിൽ പറയാം. സീറ്റ് സ്റ്റോക്ക് സീറ്റ് ഇരുന്ന് അത്യാവശ്യം താഴെയായി. ഇതിന്റെ പിന്നെ ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ വന്നിട്ട് നമ്മുടെ ആ ലെവലിലേക്ക് എത്തി. കാരണം ഞാനൊരു 90 കിലോ ഉള്ള ആളാണ്. അപ്പോൾ നമ്മൾ നല്ല ബമ്പൊക്കെ വരുന്ന സമയത്ത്
അവിടെ പോയിട്ട് ശരിക്കും നമുക്ക് ടച്ച് ആവുന്ന ഫീൽ വരും. അപ്പോൾ നല്ല പെയിൻ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ സീറ്റ് ഏകദേശം ഒരു 1 ഇഞ്ചിൻ്റെ മേലെ, ശരിക്കുള്ള സ്റ്റോക്ക് സീറ്റ് പറയുമ്പോൾ ഇത്രേ വരുള്ളൂ, എനിക്ക് തോന്നുന്നു ഇത്ര ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു സ്റ്റോക്ക് സീറ്റ് ഇവിടെ ബാംഗ്ലൂർ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് അവർ ചെയ്യുന്നത്. അവരെടുത്തുന്ന സീറ്റ് ഒരു 1 ഇഞ്ച് ലിഫ്റ്റ് ചെയ്ത് സീറ്റ് ഒന്നും കൂടി കുഷൻ കുറച്ചും കൂടി കൂട്ടി. ഫോം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫോം മാറ്റി അതിന്റെ സീറ്റ് കവേഴ്സും മാറ്റി, ജെൽ ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ മുകളിൽ ചിലപ്പോൾ ഞാൻ മറ്റേ എയർ സീറ്റ്സ് യൂസ് ചെയ്യും. നല്ല ലോങ് പോകുന്ന സമയത്ത് ഞാൻ ഇതിന്റെ മുകളിൽ എയർ സീറ്റും കൂടി ഇടും. അപ്പൊ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എന്റെ ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് അതും നല്ല കംഫർട്ടാണ്. അപ്പോൾ ഞാൻ നല്ലൊരു 500 കിലോമീറ്റർ പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എയർ സീറ്റും കൂടി യൂസ് ചെയ്തിട്ടാണ് പോവാറ്. അല്ലാതെ ഉള്ള ഇതിന് ഇത് ധാരാളമാണ്. സ്റ്റോക്ക് സീറ്റ്സ് പൊതുവെ കംഫർട്ടബിൾ ആണ്. സ്റ്റോക്ക് സീറ്റ് കംഫർട്ടബിൾ ആണ്, പക്ഷേ പറയില്ല 7 വർഷമായി. അപ്പൊ അതിന്റെ കുഷൻ എങ്ങനെ പോയാലും നമ്മളത് ഇരുന്ന് അതങ്ങ് താഴും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പുതിയത് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അത് ഏറ്റവും വൃത്തിയിൽ ചെയ്യുന്നവരുണ്ട്. കാരണം ഹിമാലയന്റെ സീറ്റ് ഒരു പ്രത്യേക ഷേപ്പാണ് ഈ സീറ്റ്. അപ്പൊ അത് അതേ സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഗിവ് ഇറ്റ് ടു ബെസ്റ്റ് ആൾക്കാരുടെ അടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ചെയ്തു തന്നുകൊണ്ട് അത് സ്റ്റോക്ക് തന്നെ അതേ ഷേപ്പിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടൂറിംഗ് സീറ്റ് ഉണ്ട്. ടൂറിംഗ് സീറ്റ് ഇതിനും വരുന്നുണ്ട്. ടൂറിംഗ് സീറ്റിലോട്ട് ഞാൻ പോയില്ല. ഞാൻ എന്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ അങ്ങ് ചെയ്തു. ഹിമാലയൻ 450 വരുന്ന 411 ഉണ്ടായിരുന്നു. വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ? വണ്ടിയുടെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത മെയിൻ ഒരു സാധനം ഇവന്മാർ തന്നിരിക്കുന്ന ഈ സ്റ്റോക്ക് ക്രാഷ് ഗാർഡ്. സത്യം പറഞ്ഞാൽ ഇത് ഉള്ളതും ഇല്ലാത്തതും കണക്കാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ഇത് നേരെ ബെൻഡായി ഇത് ഈ എഞ്ചിന്റെ ഇവിടോട്ട് ബെൻഡാവും. ഈ ഒരു റീസൺ കൊണ്ട് തന്നെ എൻ്റെ വണ്ടിയുടെ ഹാൻഡിൽ ഞാൻ 3 പ്രാവശ്യം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വീഴാനുള്ള വേറൊരു കാരണം, അതും എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ സ്റ്റാൻഡ്. കാരണം ഹിമാലയൻ 411 ഇത് വണ്ടി ഇങ്ങനെ നിൽക്കുള്ളൂ, നേരെ ഒരു നിപ്പാ. നമ്മളൊന്ന് വലിച്ച് ഇങ്ങോട്ട് സൈഡിലേക്ക്, ഞാൻ എപ്പോൾ നിർത്തിയാലും വണ്ടി ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റ് സർഫേസിൽ ഒരു പാർക്കിംഗ് ലോട്ടിൽ നിർത്തി കഴിഞ്ഞാൽ വണ്ടി നിർത്തിയതിന് ശേഷം ഞാനൊന്ന് വണ്ടി ഒന്ന് ഇങ്ങോട്ട് ചെരിക്കും. അപ്പോൾ സസ്പെൻഷൻ്റെ മുകളിൽ ഇരുത്തം വരുന്നതുകൊണ്ട് വണ്ടി ഒന്ന് ചെരിയും, അല്ലാതെ പുള്ളി അങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരാൾ നമ്മുടെ വണ്ടി ചിലപ്പോൾ ഈ സൈഡിൽ നിന്ന് താങ്ങിക്കഴിഞ്ഞാൽ വണ്ടി അപ്പം തന്നെ നേരെ ഡും ലെഫ്റ്റിലോട്ട് വീഴും. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെ ഈ ക്രാഷ് ഗാർഡ് തീരെ സ്ട്രോങ് അല്ല. അപ്പോൾ ഇത് നേരെ ബെൻഡായി ഇത് നേരെ അടി ഇതിൻ്റെ മുകളിൽ വരുന്നതുകൊണ്ട് ഹാൻഡിൽ അപ്പം തന്നെ ബെൻഡാവും. വേറെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു എൻജിൻ കിൽ സ്വിച്ചിൻ്റെ ആ ഒരു കംപ്ലീറ്റ് അസംബ്ലി ആയിരുന്നു. കാരണം ഇത് BS4 വന്നത് തൊട്ടിട്ടാണ് ഹെഡ്ലൈറ്റ് ഫുൾ ടൈം ഓൺ ആവണം എന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ ട്രാഫിക്കിലൊക്കെ ലോങ് 1 മിനിറ്റിന്റെ മുകളിലൊക്കെ സിഗ്നൽ വരുന്ന സമയത്ത് നമ്മുടെ എഞ്ചിൻ ഓഫ് ചെയ്താലും ഹെഡ്ലൈറ്റ് കത്തിക്കൊണ്ട് വെക്കും. സോ ദാറ്റ് മൈറ്റ് എഫക്ട് ദ ബാറ്ററി. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇതിന്റെ മുന്നേ ഉള്ള ഹിമാലയൻ്റെ, അതായത് ക്ലാസിക്കിന്റെ, ഹിമാലയൻ്റെ അല്ല ക്ലാസിക്കിന്റെ സ്വിച്ചസ് ആണ് ഞാൻ വെച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്താൽ മതി. സോ അതെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരുന്നു. സോ അത് ഞാൻ മാറ്റി. ക്രാഷ് ഗാർഡിന്റെ എനിക്ക് മാറ്റണം, ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. ഞാനത് സ്റ്റോക്കിൽ കൊണ്ടു നടക്കുക എന്നുള്ളൊരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് മാറ്റാൻ. പക്ഷേ ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ ഫസ്റ്റ് ഇനിയിപ്പോൾ ഒരു കസ്റ്റം ഇതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രാഷ് ഗാർഡ് മാറ്റണം. അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ വരുന്ന ഒരു ക്രാഷ് ഗാർഡ് അത് ഇതുവരെ ചെയ്തിട്ടില്ല, അത് ചെയ്യണം. നമ്മൾ ഏതൊരു വണ്ടിയും മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിൽക്കും. കാരണം എൻ്റെ കയ്യിൽ ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞു 150 ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 2005 മോഡലാണ്. അതിപ്പോഴും ഈസിലി തള്ളുന്നതല്ല, അത് ഈസിലി 120 കിലോമീറ്റേഴ്സ് ഇപ്പോഴും അത് 2005 ആണെന്ന് ഓർക്കണം. DTS ഞാനത് അങ്ങനെ കൊണ്ടു നടക്കുക വണ്ടി. പ്രോപ്പർ ഓയിൽ ചേഞ്ച്, അതിന് വരെ ഞാൻ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഞാൻ അതിന് യൂസ് ചെയ്തിരുന്നത്. മോട്ടീവിലിന്റെ ഫുള്ളി സിന്തറ്റിക് 900 രൂപയുടെ കണ്ട ഓയിലായിരുന്നു. അതിപ്പോഴും എൻ്റെ ചേട്ടൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതെപ്പോഴും അതേപോലെ തന്നെ അത് കൊണ്ടു നടക്കുന്നുണ്ട്. അതിപ്പോഴും വണ്ടി സെൽഫ് വർക്ക് ചെയ്യും, എല്ലാം വർക്ക് ചെയ്യും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വണ്ടി കൊണ്ടു നടക്കുന്നതിന് അനുസരിച്ചിട്ടാണ് വണ്ടി നിൽക്കുകയുള്ളൂ, ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് ഏതൊരു പ്രൊഡക്റ്റ് ആയാലും നമ്മൾ വൃത്തി കൊണ്ടു നടന്നാൽ ഇറ്റ് വിൽ ലാസ്റ്റ് ലോങ്. അത് ക്വാളിറ്റി ഇഷ്യൂസ് വരാം, ബട്ട് സ്റ്റിൽ നമ്മളത് മാനേജ് ചെയ്ത് പോകാന്നുള്ളതാണ്. പിന്നെ ഏതൊരു വണ്ടിയാണ് എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യന്മാർ തന്നെ പെർഫെക്റ്റ് അല്ല, എപ്പോഴാണോ വണ്ടിയുടെ കാര്യം. പിന്നെ ബ്രേക്ക് പാഡ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബ്രേക്ക് പാഡ്സ് എങ്ങനെ സ്റ്റോക്ക് ആണോ അതോ? ബ്രേക്ക് പാഡ്സ് സ്റ്റോക്കാണ്. അതെ, ഞാൻ അതിന്റെ ഇടയിൽ ഒരു സ്വിച്ച് നടത്താൻ നോക്കി, പക്ഷെ റിവ്യൂസ് കണ്ടപ്പോൾ എനിക്കത് വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഞാൻ സ്റ്റോക്ക് തന്നെ കൊണ്ട് നടക്കുന്നത്. കാരണം ബ്രേക്ക് പാഡ്സ് ഒന്നും വലിയ കോസ്റ്റ് ഇല്ല. 300 രൂപ ബ്രേക്ക് പാഡ്സ് ഒന്നുകൊണ്ടാട്ടോ. ബ്രേക്ക് പാഡ്സ് വരുന്നത് 300 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ബ്രേക്ക് പാഡ്സ് ഞാൻ ഇതുവരെ സ്റ്റോക്ക് തന്നെ. എനിക്ക് ബ്രേക്കിംഗ് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കോൺഫിഡന്റ് ആണ്. വണ്ടി ബ്രേക്കിങ്ങിന്റെ ഇഷ്യൂസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. അത്ര ടോപ്പ് നോച്ച് ബ്രേക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം എനിക്ക് വണ്ടി ഞാൻ നല്ല പോക്ക് പോയിട്ടായാലും എങ്ങനെയെങ്കിലും നമ്മൾ ഗിയർ ഡൗൺ ചെയ്തിട്ടായാലും നമുക്ക് പിടിച്ച് വണ്ടി നിർത്താൻ പറ്റും. ABS പ്രോപ്പർ വർക്കിംഗ് ആണ്. ഇപ്പോൾ സ്റ്റോക്ക് പാഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എത്ര ലൈഫ് കിട്ടുന്നുണ്ട്? ഫ്രണ്ട് എനിക്ക് പിന്നെ ഒരു 10,000 കിട്ടും. ബാക്ക് എല്ലാ 5,000-ലും
അവർ പറയും ബാക്ക് മാറ്റാനുണ്ട് 5000 ബാക്ക് കിട്ടുന്നുള്ളൂ. നമ്മുടെ പുതിയ ഹിമാലയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൊണ്ടു നടക്കാൻ സുഖമാണ്, ആളെ കൊണ്ടു നടക്കാൻ സുഖമാണ്. പക്ഷെ പണി വന്നു കഴിഞ്ഞാൽ നല്ല പണിയും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് സർവീസ് എനിക്ക് നല്ല കോസ്റ്റ് ആയി. പണി വന്നു കഴിഞ്ഞാൽ നല്ല പണി വരുന്നുണ്ട്. ക്വാളിറ്റി ബേസ്ഡ് എനിക്ക് വലിയൊരു ഇഷ്യൂ വന്നിട്ടില്ല. അല്ലാതെ എനിക്കിത് വാങ്ങിയതിന് ശേഷം വേറെ മേജർ ആയിട്ടുള്ള ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. മീറ്ററിന്റെ മുകളിൽ മീറ്ററിന് ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ട്. അതിപ്പോൾ എനിക്ക് റീസെന്റ് കിട്ടി തുടങ്ങിയാണ്. മീറ്ററിന്റെ ഉള്ളിൽ നിന്നൊരു ചെറിയൊരു വൈബ്രേഷൻ വരും. അപ്പോൾ അത് ഞാൻ സ്ഥിരം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, പുറത്താണ് കൊടുക്കാറ്. പുള്ളി അത് മീറ്റർ ഊരിയിട്ട് റീസീൽ ചെയ്യുന്ന സമയത്ത് സൗണ്ട് കംപ്ലീറ്റ് പോകും. മീറ്റർ ഒന്നും എനിക്ക് ഇതുവരെ ഫംഗ്ഷനാലിറ്റിക്ക് പ്രശ്നമൊന്നും ദൈവം സഹായിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ ഹിമാലയൻ ആണല്ലോ, ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ എത്ര കിലോമീറ്ററോളം നമുക്ക് ഒറ്റ സെച്ച് നിർത്താണ്ട് പോകാൻ പറ്റും? ഞാൻ ആക്ച്വലി ബ്രേക്സ് എടുത്തിട്ടാണ് ഓടിക്കാറ്. പക്ഷേ നമുക്കൊരു എത്ര കിലോമീറ്റർ ആണെങ്കിലും നമുക്ക് വണ്ടി ഒരു ക്ഷീണം തരില്ല. വണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആണ്. പ്രോപ്പർ ടൂറിംഗ് മെഷീൻ തന്നെ പറയാം. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വെഹിക്കിൾസ് ആണ്. 7 years ആയി എനിക്ക് ഇതുവരെ ഞാൻ നല്ല ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് വൺ ഡേ ഞാൻ ഓൾമോസ്റ്റ് 1100 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി രാവിലെ ഒരു 4 മണിക്ക് ഇറങ്ങി പിറ്റേ ദിവസം രാത്രി 2 മണി വരെ കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് ആയിട്ട് റൈഡ് ചെയ്യുക. ഇടയ്ക്ക് നമ്മളൊരു ടീ ബ്രേക്ക് എടുക്കുന്നല്ലാതെ നമ്മൾ സ്ഥലങ്ങൾ കാണുക എന്നുള്ളൊരു സ്റ്റേ ഇല്ല. സ്ഥലങ്ങൾ കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കാലിക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ തമിഴ്നാട് കർണാടക ഫുള്ളൊരു ചുറ്റി ഒരു സർക്കിൾ എടുത്ത് വന്നു. അപ്പോൾ യാത്ര ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു ടയർഡ്നെസ് ഉണ്ടാവില്ലേ. അല്ലാതെ ബൈക്ക് കൊണ്ട് നമുക്കൊരു ലോവർ ബാക്ക് പെയിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നിട്ടുള്ളൊരു പൊസിഷനിലൊരു പെയിനോ അതൊന്നുമില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണ്. കൃഷ്ണന്റെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഞാനിപ്പോൾ 6 feet ഉണ്ട്. ചിലർ ഈ വൈസർ മാറുന്ന കണ്ടിട്ടുണ്ട്. വൈസർ എക്സാക്ട്ലി നമുക്ക് ബഫറ്റിംഗ് വരുന്നുണ്ട്. അതായത് എൻ്റെ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് നമുക്ക് ഡയറക്റ്റ് ഫേസിലോട്ട് കാറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ വരെ ഓക്കെ, ഇതിന്റെ മുകളിലേക്ക് നേരെ വിൻഡ് നമ്മുടെ ഹെൽമെറ്റിന്റെ മുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിലൊരു മറ്റേ നമ്മുടെ ഒരു എക്സ്റ്റെൻഡർ വിൻഷീൽഡ് എക്സ്റ്റെൻഡർ വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റിന്റെ മുകളിൽ കൂടി പാസ് ചെയ്ത് പോയിക്കോളും. അതെനിക്ക് വെക്കണം എന്നുണ്ട്, ഞാൻ വെച്ചിട്ടില്ല. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും. പിന്നെ എനിക്ക് അറിയേണ്ടത് വണ്ടിക്ക് റസ്റ്റിംഗ്, പെയിന്റ് പീൽ ഓഫ് അങ്ങനത്തെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. പെയിന്റ് പീൽ ഓഫ് വേറെ മേജർലി ഇതിന് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രെയിമിന്റെ മുകളിൽ ഒരു ടാങ്ക് മാത്രമേ ഉള്ളൂ. ഹിമാലയന് വേറെ എക്സ്റ്റേണൽ പെയിന്റിംഗ് അധികം വരുന്നില്ലല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ ഇത് ഈ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ട് പെയിന്റ് പീലിംഗ് വരുന്നുണ്ട്. എഞ്ചിന്റെ ഭാഗത്ത് ഇതാ ഈ ഒരു നമ്മുടെ ഫിൽട്ടർ ക്യാപ്പിന്റെ ഈ ഒരു ഭാഗത്ത് അതൊരു ക്വാളിറ്റി ഇഷ്യൂസിൽ നമുക്ക് ഉൾപ്പെടുത്താം. റസ്റ്റിംഗ് ഇഷ്യൂസ് ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. റസ്റ്റിംഗ് ഇഷ്യൂസ് വേറെ എവിടെയും വണ്ടിയുടെ വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് 7 വർഷം കഴിഞ്ഞു. അതെ. ഇനി ഒരു അപ്ഗ്രേഡ് നോക്കുന്നുണ്ടോ? അപ്ഗ്രേഡ് നോക്കുന്നുണ്ട്, പക്ഷേ ഐ എം നോട്ട് ഗോണ സെൽ ദിസ് ബൈക്ക്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കൊടുക്കില്ല. കാരണം എനിക്ക് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് മാത്രമല്ല അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്യുകയും വേണം. 450 നോക്കുന്നുണ്ടോ? ഇനി റോയൽ എൻഫീൽഡിലോട്ട് ഒരു മടക്കുപോക്കില്ല. റോയൽ എൻഫീൽഡ് ഇനി എടുക്കില്ല. മെയിനായിട്ട് ക്വാളിറ്റി ഇഷ്യൂസ് കാരണം തന്നെയാണ്. അതെ, ക്വാളിറ്റി ഇഷ്യൂസ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഇനി റോയൽ എൻഫീൽഡിലോട്ട് പോകുന്നില്ല. ഒന്നാമത് പിന്നെ ഹിമാലയനിൽ പിന്നെയും ഹിമാലയനിലോട്ട് തന്നെ പോകുന്നതിൽ എനിക്കൊരു താല്പര്യക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ബ്രാൻഡ്സിലോട്ടാണ് ഇനി സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ വേറെ ബ്രാൻഡ്സിലോട്ടേ പോകുള്ളൂ. ഈ വണ്ടിയായിട്ട് ആത്മബന്ധം ഉള്ളതുകൊണ്ട് കൊടുക്കുന്നില്ല. അതെ, ഇത് കൊടുക്കുന്നില്ല. ഇതെന്റെ കയ്യിലുണ്ടാവും. എടുക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഒരു അഡ്വഞ്ചർ ബൈക്ക് തന്നെയാണ് നോക്കുന്നത്. എനിക്ക് അഡ്വഞ്ചർ റെഡി ആവുള്ളൂ. ഉണ്ട്, ഓഫ്കോഴ്സ്. ഞാൻ പുതിയ നമ്മുടെ അഡ്വഞ്ചർ 390 KTM മാറിയാലോ എന്നുള്ളൊരു ആലോചനയാണ്. മെയിനായിട്ട് ഇത് മാറ്റാനുള്ള അപ്ഗ്രേഡേഷൻ എനിക്കൊരു ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ പുതിയ ബൈക്സ് വന്നുകൊണ്ട് തന്നെ എല്ലാം ഇപ്പോൾ ഒരു 30 bhp അല്ലെങ്കിൽ 40 bhpയുടെ മുകളിലേക്കാണ് പവർ ഫിഗേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടർ പവർ ആയിട്ട് ഫീൽ ചെയ്യും. അതൊരു ഇഷ്യൂ ആണെന്ന് വെച്ചാൽ ചില സമയത്ത് NH ഓപ്പൺ ഹൈവേ ഒക്കെ കിട്ടുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ നല്ല പൊളി പൊളിച്ച് പോകുന്ന സമയത്ത് അവരായിട്ട് അതൊരു പ്രശ്നമാണ്. അതെ, കാരണം നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കണം. അത് ഭയങ്കര പ്രഷറാണ് എഞ്ചിന്. കാരണം 7 years ആയി വണ്ടി. ഇനി അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മേജർ പണികൾ വരാം. അറിയില്ല, ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം. എനിക്ക് മാക്സിമം ഇപ്പോൾ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ 120 ഇതിൽ ക്രൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ്. പക്ഷെ നമ്മൾ ഫുൾ ത്രോട്ടിൽ പിടിച്ച ഇതിന്റെ മാക്സ് സ്പീഡ് എന്ന് പറയുന്നത് 140 ആണ്. ഞാൻ ഗോവ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഫുൾ ത്രോട്ടിൽ അതേ ഒരു 1/2 hour 45 minutes ഒക്കെ കണ്ടിന്യൂസ് ആ ഒരു സ്പീഡിൽ വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ്, കാരണം അത്രയും നമുക്ക് സേഫ് ആയിട്ട് പോകാമല്ലോ, കാരണം അത്രയും സ്ട്രെച്ച് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും വണ്ടിക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വൈബ്രേഷൻസ് ഉണ്ടാവും. വൈബ്രേഷൻസ് ഓഫ്കോഴ്സ് ഇതിന്റെ പാർട്ടായതുകൊണ്ട് വേറെ നമുക്ക് വണ്ടി റിപ്പ് ഓഫ് ചെയ്ത് പോയാലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് എനിക്കൊരു ബെറ്റർ വണ്ടിയിലോട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്ഗ്രേഡേഷൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലാതെ വണ്ടിയുടെ വേറെ പ്രശ്നം അത് കൊടുക്കില്ല. ബിക്കോസ് ഇറ്റ്സ് എ ജം ഓഫ് എ വെഹിക്കിൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഈ വണ്ടിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. എന്നോട് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ, കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ വണ്ടിക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. ഇപ്പോഴും നമ്മുടെ 450 വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വണ്ടിയുടെ ഒരു
ഐ ഡോണ്ട് നോ 450 ഒഫൻസ് ഇല്ല, പക്ഷെ ഈ വണ്ടിയുടെ ഒരു ഒജി ലുക്ക്, അത് കാരണം വണ്ടി ഭയങ്കര ബേസിക് ലുക്കാണ്, സിമ്പിൾ ആണ്. LED ലൈറ്റ്സ് ഇല്ല, ഓവർ ഇലക്ട്രോണിക്സ് ഇല്ല, ആകെ ഉള്ളത് ഒരു ABS അതും ഈ എന്റെ മോഡൽ BS4 മാത്രം ABS മാത്രമേ ഉള്ളൂ, അതും സ്വിച്ചബിളും അല്ല. എനിക്ക് ആ ഒരു സംഭവം എനിക്ക് ഇതിൽ ഇല്ലാത്തൊരു കുറവ് തോന്നിയിട്ടുണ്ട്. സ്വിച്ചബിൾ ABS, കാരണം ഇത് പ്രോപ്പർ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആണ്. അപ്പോൾ ഇതിന് ബാക്കിൽ ABS ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്. ഞാനൊരു ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ അപ്പം ലോക്ക് ആവും സാധനം. അപ്പോൾ ഇത് ശരിക്കും അവർ ABS കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇവർ സ്വിച്ചബിൾ ABS അന്നേ കൊടുത്തിരുന്നെങ്കിൽ അതെ. BS6 വന്നത്, പക്ഷേ അത് വന്നതോട് കൂടിയിട്ട് വേറെ കുറെ മാറ്റങ്ങളും വണ്ടിയിൽ വന്നു. അത് കുറച്ചും കൂടി പവർ കുറവാണ്, ഇതിനെക്കാട്ടും കുറവാണ്. അതെ, പൊല്യൂഷൻ നോംസ് വന്നതുകൊണ്ട് തന്നെ ഇതെനിക്ക് തോന്നുന്നത് if I'm not wrong 26 ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. 26 bhp ആണെന്ന് തോന്നുന്നുണ്ട്. മറ്റേത് 25 24 bhp ആണ്. അതെനിക്ക് എന്റെ ഫ്രണ്ടിന്റെ കയ്യിലുണ്ട്. അത് ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ ശരിക്കും പവർ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കേറി പോകും വണ്ടി. അപ്പോൾ വണ്ടിയുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റി, പലരും പല ആവശ്യങ്ങൾക്കായിരിക്കും വണ്ടി എടുക്കുക, ഡെയിലി യൂസ് അത് ഇതൊക്കെ. ഓഫ് റോഡ്സ് ഒക്കെ അത്യാവശ്യം പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ അതെ. അപ്പോൾ എങ്ങനെയാണ് വണ്ടിയുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റി തോന്നിയിട്ടുള്ളത്? ഓഫ് റോഡ് കേപ്പബിലിറ്റി ഇസ് വെരി ഗുഡ്. ട്രാഫിക് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇന്ത്യൻ റോഡ്സിൽ നമുക്ക് ഒരു സ്ഥലത്ത് ട്രാഫിക് ആണെങ്കിൽ കംപ്ലീറ്റ്ലി ഇതാണെങ്കിൽ സൈഡിൽ ചെറിയൊരു പാത്വേ ഉണ്ടാവുമല്ലോ, ഓഫ് റോഡിലുള്ള ഒരു സ്ഥലം ഉണ്ടാവും. സോ ആ സ്ഥലത്ത് കൂടി നമുക്ക് 100% കോൺഫിഡൻസിലൂടെ വണ്ടി എടുത്ത് കൊണ്ടുപോകാം. ജസ്റ്റ് ഒന്ന് ഫുഡ് പാക്കിൻ്റെ മുകളിൽ ആ ഓഫ് റോഡ് പൊസിഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നിന്നാൽ മതി, വണ്ടി കംപ്ലീറ്റ് വണ്ടിയുടെ സസ്പെൻഷൻ എടുത്തോളും. നമ്മളുടെ ബോഡിയിലോട്ട് ഒരു അടിയും വരുന്നില്ല. എക്സ്ട്രീം ഓഫ് റോഡ് പോകണമെങ്കിൽ ചില കസ്റ്റമൈസേഷൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എക്സ്ട്രീം ആയിട്ടുള്ള ഓഫ് റോഡ് ചെയ്തിട്ടില്ല. പക്ഷേ സെമി ഓഫ് റോഡിൽ ഞാൻ അത്യാവശ്യം നല്ല പൊളി പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ ലിങ്ക് റോഡിൻ്റെ ഒരു ചെറിയൊരു അടി തട്ടിയിട്ട് വന്നത്. പക്ഷേ ഓഫ് റോഡിൽ ഈ വണ്ടി തരുന്ന കോൺഫിഡൻസ് മാരകമാണ്. പക്ഷേ ഓഫ് റോഡിൽ ആകെയുള്ളൊരു പ്രശ്നം BS4 ഈ ഒരു സ്വിച്ചബിൾ ABS വരാത്തതുകൊണ്ടുള്ളൊരു ഒറ്റൊരു ഡ്രോബാക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ഓഫ് റോഡിൽ നമുക്ക് വൺ കോൺഫിഡൻസോട് കൂടിയിട്ട് വണ്ടി എങ്ങനെ വേണമെങ്കിലും സിഗ്സാഗ് കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം ഒരു ഹെവി ബൈക്കാണ്. അതെ ഡെയിലി റൈഡർ അല്ലേ? അതെ, ഞാൻ ഡെയിലി, എനിക്ക് വേറെ വണ്ടിയില്ല. ഞാൻ ഡെയിലി എനിക്ക് എൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത് ഞാനൊരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്നപ്പോൾ, സോ എനിക്ക് ട്രാവൽ ചെയ്യണം. എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പോയി ഞാൻ സെഷൻസ് എടുക്കുന്ന സമയത്ത് തന്നെ ഡെയിലി എനിക്ക് മിനിമം ഒരു 50 കിലോമീറ്റേഴ്സ് ഡെയിലി ഞാൻ ഓടുന്നുണ്ട് ബാംഗ്ലൂർ ട്രാഫിക്കിൽ. അതെ, ഹീറ്റിംഗ് ഇഷ്യൂസ് എനിക്ക് തീരെ തന്നെ ഇല്ല. ഹീറ്റിംഗ് അടിക്കാറില്ല. എനിക്ക് അങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഇതുവരെ എനിക്ക് ഇഷ്യൂസ് വന്നിട്ടില്ല. പിന്നെ ട്രാഫിക്കിൽ എനിക്ക് ഈ വണ്ടി ഞാൻ പറഞ്ഞില്ല, ആ ഒരു സിങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എനിക്ക് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു ബൈക്ക് കൊണ്ടുപോകുന്ന പോലെ തന്നെ എനിക്ക് സുഖമായിട്ട്. അപ്പോൾ എനിക്ക് ഒരു അപ്ഗ്രേഡേഷൻ വരുമ്പോൾ എനിക്ക് ഇതേ വെയിറ്റിൽ തന്നെ, ഇതിനെക്കാട്ടും കുറഞ്ഞ വെയിറ്റ് ആണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഹാപ്പിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഡ്വഞ്ചർ 390 പോകുന്നത്. കാരണം ഇനിയും എനിക്കൊരു വലിയ ടാങ്കും അത്രയും ഹെവി എനിക്ക് വേണ്ട. നമുക്ക് ഇങ്ങനത്തെ ഒരു ബൈക്ക് എന്ന് പറയുമ്പോൾ ചെറിയ വെയിറ്റിൽ മോർ പവർ അങ്ങനെ ആയിരിക്കണം. ഇതെന്ന് പറയുമ്പോൾ ട്രാഫിക്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഏത് കൂടി നമുക്ക് സുഖമായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഡിപ്പെൻസ് ഓൺ ദ റൈഡർ. നമ്മുടെ റൈഡറിനെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് ചിലവർക്ക് ഇത് ഭയങ്കര ഹെവി, എന്ത് വെയിറ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. എനിക്കിത് അങ്ങനെ ഹെവി ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ കൃഷ്ണ, നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ മേലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതെ, അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം. ഞാൻ വിളിച്ചപ്പോൾ വന്നതിന് താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഇറ്റ് വാസ് ബ്രോനായിട്ട് സംസാരിക്കാൻ ഭയങ്കര എന്താ പറയാ, നമുക്ക് വണ്ടിയെ കുറിച്ചാവുന്ന സമയത്ത് നമുക്ക് നല്ല ഇൻട്രസ്റ്റോടെ സംസാരിക്കാം. ബിക്കോസ് അതെ, പാഷനേറ്റ് ആയിട്ടുള്ള സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു ടൈം നമ്മൾ നോക്കില്ല, അങ്ങനെ കീപ്പ് ഓൺ. സോ ഇറ്റ് വാസ് വെരി നൈസ് ടോക്കിംഗ് ടു യു ഓൾസോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹിമാലയൻ 411 വിശേഷങ്ങൾ ഇതായിരുന്നു. ഒരു യൂസ്ഡ് ഹിമാലയൻ 411 എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളൊരു ഹിമാലയൻ 411 യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻസിൽ ഷെയർ ചെയ്യാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സനി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.